ഇത് അന്യായമാണ്. കേരളത്തിലെ ജനങ്ങളോടും വോട്ടർമാരോടും ചെയ്തിട്ടുള്ള കടുത്ത അനീതിയാണ്. ഇന്ന് ഞങ്ങൾ വരുന്നത് 2 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മീറ്റിംഗ് അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ 11 മണിക്ക് വിളിച്ചു. അത് തീരുന്നതിന് മുൻപായിട്ട് ധൃതി പിടിച്ച് ഇവിടെ 12 മണിക്ക് CEO വിളിച്ച മീറ്റിങ്ങിൽ വരുന്നത്. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇത് ഹറിബറിയിലുള്ള അന്യായമായൊരു പ്രോസസ്സാണ്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുമ്പോൾ മഹാരാഷ്ട്രയും ആസാമും കർണാടകം പോലും മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യം പ്രഖ്യാപിക്കും. അതിൻ്റെ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതാണ് കഴിഞ്ഞ യോഗത്തിൽ UDFൻ്റെ പ്രതിനിധികളാണ് ചൂണ്ടിക്കാട്ടിയത്. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ CEO സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് ഒരു കത്ത് നൽകിയത്. അത് പരിഗണിച്ചിട്ടില്ല. സംസ്ഥാന നിയമസഭയുടെ ഐക്യകണ്ഠേനയുള്ള പ്രമേയമുണ്ട്, അത് പരിഗണിച്ചിട്ടില്ല. എന്ത് അർജൻസിയാണ് കേരളത്തിൽ മിനിമം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമെങ്കിലും ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സമാനമായിട്ട് പാരലായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതൊന്നിച്ച് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ത് യുക്തിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്? ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്. ജനങ്ങളെ ദ്രോഹിക്കുക, പീഡിപ്പിക്കുക, കഴിയുന്നത്ര ആളുകളെ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമെങ്കിൽ കഴിയുന്നത്ര ആളുകളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇത്. കേന്ദ്ര സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പ്രഖ്യാപനമാണ്. പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഒരു പിൻവാതിൽ നടപടിയാണ്. കേരളത്തെ സംബന്ധിച്ച് പുറത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, വിദേശത്ത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നിരവധി വോട്ടർമാർ കേരളത്തിലുണ്ട്. അവരുടെ എല്ലാം മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ അമിത ഭാരം, ഈ അന്യായം, വോട്ടവകാശം നിഷേധിക്കപ്പെടാനുള്ള ഈ സാഹചര്യം ഒഴിവാക്കണം. കേരള ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ യുക്തമായ നടപടികൾ സ്വീകരിക്കണം. പല കാര്യങ്ങൾക്കും കേന്ദ്രത്തെ സമീപിക്കുന്ന കേരള ഗവൺമെൻറ്റും ഈ കാര്യത്തിലെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഇത് അന്യായം അവസാനിപ്പിച്ച് കിട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും UDF തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ നിലപാട് KPCCക്ക് വേണ്ടിയും UDF കക്ഷികൾക്ക് വേണ്ടിയും ഇന്ന് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഗൗരവബോധ്യം ആലോചിക്കും. ഇന്നലെയാണ് ഈ കാര്യങ്ങൾ വന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. COയിൽ നിന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗവൺമെൻറ്റിന് അതിൻ്റേതായ രൂപത്തിൽ ആക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. അല്ലല്ല, ഞാൻ ഗവൺമെൻറ്റിനോടാണ് ആവശ്യപ്പെടുന്നത്. CPMും കോൺഗ്രസുമായിട്ട് എന്തിനു പോകണം? സർക്കാരില്ലേ, കേരള സർക്കാരില്ലേ, നിയമസഭയുടെ ഒരു പ്രമേയമില്ലേ, സർക്കാർ അഭിഭാഷകരില്ലേ? ഗവൺമെൻറ് മുൻകൈ എടുക്കട്ടെ, അതിനോട് സഹകരിക്കും. ശരി.